2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവർക്ക് ശനി 10-ലും വ്യാഴം 1-ലും, അത് ജൂൺ 2 മുതൽ 2-ലേക്കും, രാഹു 9-ലും കേതു 3-ലും ആയിട്ടാണ് ഗോചരം ചെയ്യുന്നത്. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. കർമ്മഭാവത്തിലാണ് ഇവർക്ക് ശനി ഉള്ളത്. ജൂൺ 2 വരെ ഇവർക്ക് അത്ര ഗുണകരമല്ല. കാരണം കണ്ടകശനിയും വ്യാഴം ജന്മത്തിലും ആയത് അത്ര ഗുണകരമല്ലാത്ത അവസ്ഥയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ശനി തടസ്സങ്ങൾ ഉണ്ടാക്കുവാനും കർമ്മവിഘ്നം ഉണ്ടാക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. പദവി നഷ്ടവും ജോലിയിൽ നിന്നുള്ള നഷ്ടവും അധികാരികളുടെ അപ്രീതിയും ഒക്കെ ഈ സമയത്ത് വന്നു ചേരാം. പുതിയ സംരംഭം തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര ഗുണകരമല്ല. സ്ത്രീ മൂലം കഷ്ടതയും അപമാനവും ഒക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം. ധനനഷ്ടം ഉണ്ടാവുന്നതിനും സ്ഥാനഭ്രംശം ഉണ്ടാവുന്നതിനും ഒക്കെ സാധ്യത കൂടുതലാണ്. വ്യാഴം ജന്മത്തിലുള്ളത് കൊണ്ട് തന്നെ ധനപരമായിട്ട് ഇടപാടുകൾ ചെയ്യുന്നതും ധനവിനിയോഗം ചെയ്യുന്നതും വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ധനനഷ്ടവും ലാഭനഷ്ടവും ഒക്കെ ഈ സമയത്ത് വന്നു ചേർന്നേക്കാം. കടം കൊടുത്ത പണം കിട്ടാതെ വരുവാനും വായ്പ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുവാനും പറ്റിക്കപ്പെടുവാനും ഒക്കെ ഈ സമയത്ത് വളരെ അധികം സാധ്യത കൂടുതൽ ആണ്. ധനബാധ്യതകൾ വന്നു ചേരാം. പദവി നഷ്ടവും കുടുംബ കലഹവും ഒക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം. വീട് മാറ്റം ഉണ്ടാകുവാനും രോഗാവസ്ഥയുണ്ടാകുവാനും ശത്രുപീഡകൾ ഉണ്ടാകുവാനും സന്താനങ്ങൾ വഴി മനോദുഃഖം ഉണ്ടാകുവാനും ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. എന്നാൽ ജൂൺ 2 മുതൽ ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധിയുടെ കാരകനും ഒക്കെയായ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക്, അതായത് 2-ാം ഭാവത്തിലേക്ക് വരുന്നതോടെ ഇവർക്ക് വലിയ ഒരു പരിവർത്തനം ഉണ്ടാവുന്നതാണ്. അനുഗ്രഹങ്ങൾ ഏറെ ഉണ്ടാവുന്നതാണ്. ഗുണപരമായി നേട്ടം ഉണ്ടാവുന്ന സമയമായിരിക്കും. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം ഇവരുടെ 2-ാം ഭാവത്തിലേക്ക് വരുന്നത്. വ്യാഴം ഇവർക്ക് വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. നേട്ടം ഉണ്ടാവുന്നതാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ നിന്ന് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. കർമ്മ വിജയം ഉണ്ടാവുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉള്ള ജോലിയിൽ നിന്ന് പദവി നേട്ടം ഉണ്ടാവുവാനും ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ലാഭം ഉണ്ടാകുവാനും ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധ്യത കൂടുതലാണ്. ധനപരമായി ഉയർച്ച ഉണ്ടാകുവാനും സഹായങ്ങൾ ലഭിക്കുവാനും അപ്രതീക്ഷിത ധനവരവ് ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി എന്ന് വരാം. രാഷ്ട്രീയക്കാർക്ക് പദവി നേട്ടവും അംഗീകാരവും അവസരങ്ങളും ഒക്കെ വന്നു ചേർന്നേക്കാം. അതേപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കും നേട്ടവും പദവിയും ഉയർച്ചയും ഒക്കെ ഉണ്ടായി എന്ന് വരാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാവുന്നതാണ്. വസ്തു ലാഭം ഉണ്ടാവുന്നതാണ്. വസ്തു വാങ്ങുവാനും വീട് വെക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും അതിൻ്റെ ലബ്ധി ഉണ്ടാകുവാനും സാധ്യത ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ വാഹന ലബ്ധിയും ഈ അവസരത്തിൽ വന്നു ചേർന്നേക്കാം. ഭാര്യാസുഖം ഉണ്ടാവുന്നതാണ്. ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി അകന്നു കഴിയുന്നവർക്ക് രമ്യതയിലെത്തുവാനുള്ള അവസരം ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. വീട് വെക്കുവാനും വീട് വാങ്ങുവാനും ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. വീട്ടിൽ സമാധാനവും സന്തോഷവും വന്നു ചേർന്നേക്കാം. വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയമായിരിക്കും 2026 ജൂൺ 2 ശേഷം. കടം വീട്ടുവാനുള്ള അല്ലെങ്കിൽ കിട്ടാക്കടം കിട്ടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മാറിക്കിട്ടും. സന്താന ലബ്ധി ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ 2026 വർഷത്തിൻ്റെ ആദ്യകാലത്ത് ഇവർക്ക് അത്ര ഗുണകരമല്ല. വീട് മാറ്റം ഉണ്ടാകുവാനും രോഗാവസ്ഥയിൽ എത്തിച്ചേരുവാനും ശത്രുപീഡകൾ വർദ്ധിക്കുവാനും സന്താനങ്ങൾ വഴി ദുഃഖം ഉണ്ടാകുവാനും
കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ടെങ്കിലും ജൂൺ 2 ശേഷം ഇതൊക്കെ മാറിക്കിട്ടുന്നതും ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതും മനസന്തോഷം ഉണ്ടാകുവാനും പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിനോ 2ാം പകുതിയിൽ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് ഉത്തമമായിട്ടുണ്ടായിരിക്കുക. ആദ്യ പകുതി അത്ര ഗുണകരമല്ലാത്തത് കൊണ്ട് തന്നെ കാര്യവിഘ്നം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജൂൺ 2 ശേഷം ഇവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ അധികം നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടിക്കിട്ടുന്നതിനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ഈ കണ്ടകശനി കാലത്ത് ശനിപ്രീതി വരുത്തുകയും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ക്ഷേത്രദർശനം, ഈശ്വരാരാധനയും നാമജപവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത് ഇവർക്ക് ഏറെ ഗുണകരമായിരിക്കും. ശിവക്ഷേത്ര ദർശനം, ശിവന് പിൻവിളക്ക്, കൂവളമാല അർച്ചന, ജലധാര എന്നിവ ചെയ്യുന്നതിനും ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതിനും നീരാഞ്ജനം നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് വളരെ അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും.